എന്നും നമുക്ക് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ വേണ്ടേ? നാം തുടക്കക്കാരായിരിക്കാം, എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ സംസാരിക്കാനും പുറത്ത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ പോലെ സംസാരിക്കുവാനും കുറച്ച് കുഞ്ഞു വാക്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. നോക്കൂ, ഞാൻ പറയാണ്, ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ, കതക് തുറക്കൂ. എന്നാൽ ക്ലോസ് ദ ഡോർ ആണെങ്കിലോ, കതക് അടയ്ക്കൂ, ഇല്ലെങ്കിൽ ഡോറ് അടയ്ക്കൂ. അപ്പോൾ പഠിച്ചല്ലോ, ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ. ഷട്ട് ദ ഡോർ ആണെങ്കിലും എന്താണ്? ഡോർ അടയ്ക്കൂ എന്നാണ്. ഷട്ട് ദ ഡോർ. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ, ഷട്ട് ദ ഡോർ. ബി റെഡി. ബി റെഡി. ഇപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മക്കളോട് പറയാം, ബി റെഡി, നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്, ബി റെഡി. അപ്പം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു പോകാം. ഇംഗ്ലീഷും അതിനോടൊപ്പം കുറച്ച് മലയാളവും കൂട്ടി ചേർത്ത് നമുക്ക് കുഞ്ഞു സെൻറ്റൻസുകൾ പറയാം. ഇനി കോൾ ദ പോലീസ്, ഓർ കോൾ ദ പേഴ്സൺ, ഓർ കോൾ ദ മാൻ. ആ മനുഷ്യനെ വിളിക്കുക, ഇല്ലെങ്കിൽ ആ പോലീസിനെയും വിളിക്കുക, ഇല്ലെങ്കിൽ ആ കുട്ടിയെ. കോൾ ദ ചൈൽഡ്. കോൾ, CALL, കോൾ ദ ചൈൽഡ്. അവരെയും വിളിക്കൂ. ഇപ്പോൾ റോഡിലിറങ്ങി എന്തെങ്കിലും പ്രശ്നമായി, കോൾ ദ പോലീസ്. അപ്പോൾ കോൾ ദ പോലീസ്. ഓക്കെ. പിന്നെയോ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം പറയാം, സ്വിച്ച് ഓൺ ദ ലൈറ്റ്, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ദ ഫാൻ, സ്വിച്ച് ഓൺ ദ TV, സ്വിച്ച് ഓഫ് ദ ഫാൻ, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, സ്വിച്ച് ഓഫ് ദ TV. കണ്ടോ? ഇപ്പോൾ ഇത് നമുക്കറിയാം, പക്ഷേ എങ്ങനെ പറയണം എന്നാണ് നമുക്കറിയാത്തത്. അപ്പോൾ അവിടെ സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ്, അതെങ്ങനെ വേണില്ല അതിൻ്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണോ സ്വിച്ച് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ. ഇനി അത് തന്നെ വേറൊരു രീതി പറയാം, ലൈറ്റ് ദ ലാമ്പ്. ആ വിളക്ക് തെളിക്കൂ, അല്ലെങ്കിൽ ആ ബൾബ് ഇടൂ എന്നാണ്. ലൈറ്റ് ദ ലാമ്പ്. സ്വിച്ച് ഓൺ ദ ലൈറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ പുട്ട് ഓഫ് ദ ലാമ്പ്, പുട്ട് ഓഫ് ദ ലാമ്പ്, ആ വിളക്കങ്ങ് കെടുത്തു, ആ വിളക്കങ്ങ് അണയ്ക്കൂ, പുട്ട് ഓഫ് ദ ലാമ്പ്. വാഷ് യുവർ ഹാൻഡ്സ്, വാഷ് യുവർ ഹാൻഡ്സ് പറയാം. വാഷ് യുവർ ഫേസ് പറയാം. ഞാൻ അതിൻ്റെ മീനിങ് പറയണ്ടല്ലോ. നിൻ്റെ മുഖം കഴുകൂ, അല്ലെങ്കിൽ നിൻ്റെ കൈ കഴുകൂ. വാഷ് യുവർ ബോഡി, നിൻ്റെ ബോഡി കഴുകൂ. വാഷ് യുവർ ഹെയർ, അതിൻ്റെ കൂടെ എന്ത് ചേർത്താലും നമുക്ക് എന്താണോ കഴുകേണ്ടത് അത് നമ്മൾ ആ വാഷ് യുവർ എന്നുള്ളിടത്ത് അങ്ങ് ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ കൈകൾ കഴുകുന്നോ, നിങ്ങളുടെ മുഖം കഴുകുന്നോ, എന്താണോ നമുക്കപ്പോൾ വേണ്ടത് അതിങ്ങനെ പറയാം. അപ്പോൾ കുഞ്ഞുങ്ങളോടും വീട്ടിൽ മറ്റുള്ളവരോടും ഒക്കെ നമുക്ക് പറയാവുന്ന സെൻറ്റൻസുകളാണിത്. കം സൂൺ, പെട്ടെന്ന് വരൂ. കം സൂൺ, പെട്ടെന്ന് വരൂ. എന്നാൽ ഗോ ബാക്ക് ആണെങ്കിലോ, ഗോ ബാക്ക്, മടങ്ങിപ്പോവൂ. ഗോ ബാക്ക്, മടങ്ങിപ്പോകൂ. എന്നിട്ടിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് എവിടോട്ടെങ്കിലും പോകണം. അപ്പോൾ നമ്മൾ പറയണം, ഒരു വണ്ടി ഇങ്ങ് വിളിക്കൂ എന്ന് പറയാണ്. എങ്ങനെ പറയും? അവിടെ കോൾ എ ടാക്സി എന്ന് പറയുന്നതിനേക്കാളും ഹെയർ എ ടാക്സി, ഒരു ടാക്സി പിടിക്കൂ എന്നാണ്. ഹെയർ എ ടാക്സി, HIRE ആണ്, ഹെയർ എ ടാക്സി. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, കീപ്പ്, ഇത് നമുക്ക് കിച്ചണിൽ പറയാവുന്നതാണ്. കീപ്പ് ദ ഫയർ ഓൺ, ആ തീയാണ് അത് നോക്കണേ. നമ്മൾ വീട്ടിലൊക്കെ പറയും, ഗ്യാസോ ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ അടുപ്പോ ഒക്കെ കത്തിച്ചിട്ട് നമുക്ക് പറയാം, കീപ്പ് ഓൺ, കീപ്പ് ദ ഫയർ ഓൺ. കീപ്പ് ഓൺ ദ ഫയർ ആണ് ഉദ്ദേശിക്കുന്നത്. കീപ്പ് ദ ഫയർ ഓൺ. ഓക്കെ. ഇനി ഗോ ആൻഡ് ബ്ലോ യുവർ നോസ്. ഗോ ആൻഡ് ബ്ലോ, BLOW, ബ്ലോ യുവർ നോസ്. പോയി മൂക്ക് ചീച്ചിട്ട് വാന്ന് പറയില്ലേ, അത് ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ്സിൽ സ്കൂൾ കുട്ടികളോട് പറയാം, വീട്ടിലെ അമ്മമാർക്ക് കുട്ടികളോട് പറയാം, അച്ഛന്മാർക്ക് പറയാം, കുട്ടികൾ പരസ്പരം ഒക്കെ പറയാം. ഗോ ആൻഡ് ബ്ലോ യുവർ നോസ്, പോയി എൻ്റെ മൂക്ക് ചീറ്റി വൃത്തിയാക്കി വാന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ബി പങ്ക്ച്വൽ, കൃത്യനിഷ്ഠ പാലിക്കണം. ഈ കാര്യം എല്ലാവർക്കും പറയാമല്ലോ, കൃത്യനിഷ്ഠ പാലിക്കുക. ബി പങ്ക്ച്വൽ, ബി പങ്ക്ച്വൽ. ഇനി ബ്രഷ് യുവർ ടീത്തോ, അതൊക്കെ നമ്മളെപ്പോഴും പറയും അല്ലേ, ബ്രഷ് യുവർ ടീത്ത്. പക്ഷെ പറയാനായിട്ട് ആ പറയുന്ന സമയത്ത് കിട്ടത്തില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ബ്രഷ് യുവർ ടീത്ത്, പല്ല് വൃത്തിയാക്കാനാണ്, പല്ല് തേക്കൂ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഇതിനി മേലെ ആവർത്തിക്കരുതെന്ന് പറയില്ലേ. അപ്പോൾ ആവർത്തിക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? റിപ്പീറ്റ് ഇറ്റ്. റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ അത് ആവർത്തിക്കും. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇത് മേലെ ആവർത്തിക്കരുതെന്നാണ്. ഓക്കെ.
ഡോണ്ട് സൈൻ ഒപ്പിടരുത്. സൈൻ എന്ന് പറഞ്ഞാൽ ഒപ്പാണ്. ഡോണ്ട് സൈൻ ഒപ്പ് ഇടരുത്. എന്നാൽ ഡോൺ വറി ആണെങ്കിലോ, ഡോൺ വറി നമ്മൾ എപ്പോഴും പറയും, അതുകൊണ്ട് നിങ്ങൾക്കറിയായിരിക്കും. ഡോൺ വറി ദുഃഖിക്കരുത്, വിഷമിക്കല്ലേ, ഡോൺ വറി. പിന്നെയോ ഡോൺ വറി പറയുന്ന പോലെ നമുക്ക് പറയാം, ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്. ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്. ജോലി നിർത്തി വെക്കരുത് എന്ന് പറയാണ്. ജോലി നിർത്തി വെക്കരുത്. പിന്നെ പറയാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കെന്ന് പറയില്ലേ. നമ്മൾ ഭയങ്കര ഒരു ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇടവേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ എന്ന് പറയില്ലേ. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഡോൺ ബി സില്ലി എന്നാണെങ്കിലോ, ഡോൺ വറി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കുഞ്ഞു കാര്യമല്ലേ, നിസ്സാരമായ കാര്യത്തിനൊന്നും വലിയ സീരിയസ് ആക്കല്ലേ എന്ന് പറയാണ്. ഡോൺ ബി സില്ലി. എന്നാൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ചിലക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് ചാറ്റർ. CHATTER. ഡോണ്ട് ചാറ്റർ. ഇനി ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമുക്കൊന്ന് നോക്കണം, ഡ്രസ്സ് ഇട്ട് നോക്കണം. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? ട്രൈ ദിസ് ഡ്രസ് അല്ലെങ്കിൽ ട്രൈ ദിസ് കോട്ട്. ഇതൊന്ന് ഇട്ട് നോക്കൂ. ട്രൈ TRY. ട്രൈ ദിസ് കോട്ട്. ഇനി കണക്കുകൾ പരിശോധിക്കാൻ പറയുന്നത് എങ്ങനെയാ? ചെക്ക് ദ അക്കൗണ്ട്സ്. ചെക്ക് ദ അക്കൗണ്ട്സ്. റോഡിൽ നടക്കുമ്പം ഇടതുവശം ചേർന്ന് പോകൂ. എങ്ങനെ പറയും? കീപ് ടു ദ ലെഫ്റ്റ്. കീപ് ടു ദ ലെഫ്റ്റ്. എന്നാൽ വലതുവശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ കീപ് ടു ദ റൈറ്റ്. ഇതൊക്കെ 2-3 വട്ടം പറഞ്ഞു നോക്കുക കേട്ടോ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി നിങ്ങളുടെ സ്വഭാവം ഒന്ന് നന്നാക്കിക്കൂടെ നമ്മൾ ചോദിക്കണം. എന്താണ്? മൈൻഡ് യുവർ വേസ്. മൈൻഡ് നിങ്ങളുടെ ഈ രീതികളൊന്ന് നന്നാക്കൂ എന്ന് പറയുന്നത് മൈൻഡ് യുവർ വേസ്. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ. ഇനി കർട്ടൻ, നമ്മൾ ജനലിൽ കർട്ടൻ ഇട്ടേക്ക്, കർട്ടൻ ഒന്ന് നീക്കിയിടാമെന്ന് ചോദിക്കുകയാണ്. ഡ്രോ ദ കർട്ടൻ. DRAW. ഡ്രോ ദ കർട്ടൻ. ഒരാൾ പുതിയതായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എല്ലായിടവും ഒന്നുകൊണ്ട് കാണിക്കുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? ടേക്ക് ഹിം റൗണ്ട് ദ സിറ്റി. ടേക്ക് ഹിം റൗണ്ട് ദ സിറ്റി. ഇനി ആരെങ്കിലും പഠിപ്പിക്കുമോ, വീട്ടിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് കുറിച്ചെടുക്കാൻ പറയുന്നത് എങ്ങനെ? നോട്ട് ദിസ് ഡൗൺ. നോട്ട് ഡൗൺ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എടുത്ത് പറയാവുന്നത് നോട്ട് ദിസ് ഡൗൺ. ഇനി പെട്ടെന്ന് പോയിട്ട് വാന്ന് പറയില്ല, ഉടനെ വരണമെന്ന്. കം ബാക്ക് സൂൺ. കം ബാക്ക് സൂൺ. എന്നിട്ടോ ഹാവ് പേഷ്യൻസ്. ക്ഷമ കാണിക്കൂ. ഒട്ടും ക്ഷമയില്ലാത്തവരോട് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ഹാവ് പേഷ്യൻസ്. ഹാവ് പേഷ്യൻസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ വേർഡ്സുകൾ നിങ്ങൾ ഓർത്തു നോക്കൂ എന്തൊക്കെയാണെന്ന്. കഥക് തുറക്കൂ എന്നുള്ളതിന് ഓപ്പൺ ദ ഡോർ, അടയ്ക്കൂ എന്നാണെങ്കിലോ ക്ലോസ് ദ ഡോർ അല്ലെങ്കിൽ ഷട്ട് ദ ഡോർ. വിളക്ക് കൊളുത്തു എന്നാണെങ്കിൽ സ്വിച്ച് ഓൺ ദ ലൈറ്റ്. ദെൻ വിളക്ക് ഓഫ് ചെയ്യാൻ പറയുകയാണെങ്കിൽ പുട്ട് ഓഫ് ദ ലൈറ്റ്, ഇല്ലേ? പിന്നെ ജോലി നിർത്തിവെക്കരുതാണെങ്കിലോ ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്. നിങ്ങളുടെ ജോലി നിർത്തിവെക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സംസാരം ശരിയാക്കൂ. മൈൻഡ് യുവർ വേർഡ്സ്. ഇനി ഇവിടെ ക്ഷമ കാണിക്കൂ എന്നാണെങ്കിൽ ഹാവ് പേഷ്യൻസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസാണ്. അപ്പോൾ ഞാൻ 2-3 സെൻറ്റൻസുകൾ പറയാതെ നിങ്ങൾ കറക്റ്റായിട്ട് പിന്നെ ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സത്യസന്ധത കാണിക്കൂ. സത്യസന്ധത കാണിക്കൂ. എന്നിട്ടോ കൂടുതൽ സംസാരിക്കരുത്. അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കൂ. പിന്നെ ദുഃഖിക്കരുത്. സാധാരണ പറയുന്നതാണ് ദുഃഖിക്കരുത്. ഇനി നിങ്ങളുടെ മുഖം കഴുകൂ എന്നാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയത്തില്ലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയില്ലേ. അതുപോലെ ഈ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കൂ. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ സെൻറ്റൻസുകൾ പഠിച്ചു. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.